ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർ പൂവിന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ആദ്യം തന്നെ നമ്മുടെ ബീരാനും ശ്രുതിയും കൂടി സംസാരിക്കുകയാണ്. ശ്രുതിയോടായിട്ട് ബീരാൻ കെഞ്ചി പറയുന്നുണ്ട്, എടി ശ്രുതി, നിനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ഒരു വേഷം കെട്ടിയത്. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ സ്വന്തം പെങ്ങളുടെ മകന്റെ കല്യാണമാണ്. എനിക്ക് അതിൽ കൂടാനോ അവരെ ഒന്ന് ആശീർവദിക്കാനോ അതുപോലെ തന്നെ ഞാൻ വിളിച്ചു വരുത്തി എൻ്റെ ബന്ധുക്കളെ ഒന്ന് നേരിട്ട് കാണാനോ ഒന്നും എനിക്ക് പറ്റിയില്ല. അതുകൊണ്ട് ഇത്രയൊക്കെ ആയില്ലേ, എനിക്ക് എട്ടൊക്കെ കഴിഞ്ഞില്ല, നീയെ അവരെയും കൊണ്ട് ഇവിടെ നിന്നും പോകാൻ നോക്ക് എന്ന് പറയുകയാണ്. നിന്റെ ബന്ധുക്കളൊക്കെ നീ ഇവിടെ പറഞ്ഞയക്കാൻ നോക്ക് എന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നും അവർ പോകില്ല. അവർ പെണ്ണും ചെറുക്കനും ഇറങ്ങിയതിന് ശേഷം മാത്രമേ അവർ പോകുള്ളൂ. സ്വന്തം വീട്ടിലെ കല്യാണം പോലെ തന്നെയാണ് അവരിത് കാണുന്നത് എന്നിങ്ങനെ പറയുന്നുണ്ട്. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, എനിക്ക് എന്തായാലും ഇത് ചെയ്തു തന്നേ പറ്റൂ എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ട് നമ്മുടെ വീരാൻ അവിടെ നിന്നും പോവുകയാണ്. അങ്ങനെ അതിന് ശേഷമാണെങ്കിൽ ശ്രുതി ആലോചിക്കുന്നുണ്ട് എന്ത് ചെയ്യും. എന്തായാലും നേരെ നമ്മുടെ ശ്രുതിയെ തേടി പോവുകയാണ്. ശ്രുതിയെ എന്തായാലും കടയിലോട്ട് വിടാമെന്നും പറഞ്ഞ് അവിടേക്ക് ശ്രുതിയാണെങ്കിൽ അവിടെ ഇങ്ങനെ കൂട്ടുകാരനുമായിട്ട് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൂട്ടുകാരന് ഇങ്ങനെ ഫോൺ ചെയ്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടുത്തെ ഫുഡൊക്കെ സൂപ്പറാണ്, ഇവിടുത്തെ അറ്റ്മോസ്ഫിയറൊക്കെ അത് അടിപൊളിയാണ്, നീയും കൂടി വരേണ്ടതായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വിളിക്കാത്ത കല്യാണത്തിന് ഞാൻ എങ്ങനെ വരാമെന്ന് ചോദിക്കുന്നുണ്ട്. ഓ, വിളിച്ചിട്ട് വേണം അപ്പോൾ നിനക്ക് വരാനായിട്ട്, നമ്മളൊക്കെ എത്ര കല്യാണത്തിന് വിളിക്കാത്തതിന് പോയിരിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സംസാരിക്കുകയാണ്. അങ്ങനെ ശരിയടാ എന്ന് പറഞ്ഞ് അങ്ങനെ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് അവൻ പറയാണ്, വിശന്നിട്ട് പാടില്ല, ഒരു പ്രാവശ്യം ഭക്ഷണം കഴിച്ചതാണ്, ഇനിയും കഴിക്കണം, എന്തായാലും എനിക്ക് വിശന്നിട്ട് പാടില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴേക്കും ശ്രുതി അവിടേക്ക് എത്തുകയാണ്. ശ്രുതിയോട് പറയുന്നുണ്ട്, അതെ പെട്ടെന്ന് തന്നെ നിങ്ങൾ കടയിലേക്ക് പോകാൻ നോക്കി, എന്താ കഴിഞ്ഞില്ലേ ഇനി എന്ന് ചോദിക്കുകയാണ്. അയ്യോ, ഇനി കടയിലേക്ക് പോകണം, എന്തിനാ ഇത്, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിയട്ടെ എന്ന് പറയണം. അതൊന്നും ശരിയാവില്ല, അവിടുത്തെ സ്റ്റാഫ് എന്നെ വിളിച്ചിരുന്നു, അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ നല്ല തിരക്കുണ്ടെന്ന് പറഞ്ഞു. ശ്രുതി അങ്ങോട്ട് പോയി എന്ന് പറയാം. എന്നാലേ ഞാൻ കുറച്ചുകൂടി ഭക്ഷണം കഴിക്കട്ടെ, ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്ന് പറയാണ്. ശ്രുതി കഴിച്ചതല്ലേ എന്ന് ചോദിക്കുകയാണ്. അതെ ഞാൻ കഴിച്ചതാണ്, പക്ഷേ എനിക്ക് ഇപ്പോഴും വിശക്കുന്നുണ്ട് ശ്രുതി എന്ന് പറയുകയാണ്. അയ്യോ അതൊന്നും വേണ്ട, നിങ്ങൾക്ക് നാണമാനൊന്നുമില്ലേ, അപ്പോൾ എന്തിനാ ഭക്ഷണം കഴിക്കുന്നതിന് നാണമാനം എന്ന് ചോദിക്കുകയാണ്. ഭക്ഷണം കഴിക്കുന്നതിന് നാണമാനൊന്നും വേണ്ട, പക്ഷേ ഒരു സദ്യയിൽ വന്നിട്ട് 2 പ്രാവശ്യം ഭക്ഷണം കഴിക്കുന്നത് കുറച്ച് നാണൊക്കെ വേണം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ കഴിക്കണ്ടേ, അപ്പോൾ വേണ്ട, പുറത്തൊന്നും നിങ്ങൾ വേണേ കഴിച്ചോ പോകണ വഴിക്ക് എന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ച് നമ്മുടെ ശ്രുതിയെ അവിടെ നിന്നും പറഞ്ഞു വിടുകയാണ്. അപ്പോൾ ഒരു ആശ്വാസമാകുന്നുണ്ട് ശ്രുതിക്ക്, ശ്രീകാന്തിനെയും വർഷയും. അപ്പോൾ നോക്കുമ്പോൾ അവർ സ്വയം അവരോടൊക്കെ യാത്ര പറയുന്ന കാഴ്ചയാണ് ശ്രുതി കാണുന്നത്. അപ്പോൾ അവരോട് പറയുന്നുണ്ട് അവർക്ക് എന്തായാലും ട്രിപ്പ് പോകാനുള്ളതാണ്, അപ്പോൾ അതുകൊണ്ട് അവരോടൊക്കെ യാത്ര പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ ശ്രുതിക്ക് ആശ്വാസമാകുന്നുണ്ട്. അപ്പോൾ എന്തായാലും അവർ പോയി കിട്ടിയല്ലോ, ഇനി എന്തായാലും ഉടനെ ആൻറ്റിയെയും അങ്കിളിനെയും പറഞ്ഞു വിടണം എന്ന് അങ്ങനെ കരുതുകയാണ്. അങ്ങനെ അവരാണെങ്കിൽ അവിടെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ നോക്കി കണ്ടങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചന്ദ്രയും അതുപോലെ തന്നെ രവിയും കൂടിയിട്ട്. അപ്പോൾ അവരുടെ അരികിലേക്ക് ശ്രുതി ചെല്ലുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അത് നിങ്ങൾ ഇവിടെ ഇങ്ങനെ നിൽക്കാണോ, അപ്പോൾ അത് എന്താ മോളെ എന്ന് ചോദിക്കുന്നുണ്ട്. അല്ല, ആൻറ്റിയൊക്കെ അങ്ങോട്ട് പോയിരിക്കുകയല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ അരികിലേക്ക് ചെന്നിട്ട് അവിടെ പോയി ഹെൽപ്പ് ചെയ്യേണ്ടേ, വീട്ടിലോട്ട് ചെല്ലുമ്പോൾ ചെക്കനും കൂട്ടരൊക്കെ വരുമ്പോൾ അവിടെ ഹെൽപ്പ് ചെയ്യേണ്ടേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ഒറ്റയ്ക്കല്ലേ ആൻറ്റി ഉള്ളൂ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് അതൊക്കെ വേണോ എന്ന് ചോദിക്കുകയാണ് ചന്ദ്ര. പിന്നെ അല്ലാതെ ചെല്ല്. അപ്പോൾ രവിയും പറയുന്നുണ്ട്, അത് ശരിയാണ്, ഞാൻ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടായില്ലേ, നമ്മളെക്കാളും വിവരമുണ്ട് എന്തായാലും ശ്രുതിക്ക്, നമ്മൾ എന്ത് പൊട്ടന്മാരാണ് എന്നിങ്ങനെ പറഞ്ഞങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പം എന്നാ വാ നമുക്ക് പോയിട്ട് വരാം, എന്നാ പോയിട്ട് വാ, അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ചെറുക്കൻ്റെ വീട്ടിലോട്ട് പോകാലോ എന്ന് പറയുന്നുണ്ട്. അപ്പം ശരി എന്ന് പറഞ്ഞിട്ട് ചന്ദ്രയും അതുപോലെ തന്നെ രവിയും കൂടി അവിടെ നിന്നും പറഞ്ഞു വിടുകയാണ് ശ്രുതി. അപ്പോഴും ശ്രുതിക്കൊരു ആശ്വാസമാകുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് സച്ചിയും രേവതിയും അവരെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്നും പറഞ്ഞു വിടണം എന്നിങ്ങനെ തീരുമാനിക്കുകയാണ്. അപ്പോൾ ആ സമയത്താണെങ്കിൽ ശ്രുതി അവരെങ്ങനെ തെരഞ്ഞു നടക്കുകയാണ്. അപ്പോൾ എവിടെയും കാണാനില്ല, ഇവരിത് എവിടെ പോയി കിടക്കുകയാണെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് പെട്ടെന്ന് കാണുന്ന കാഴ്ച അവിടെയും ഇവര് സച്ചിയുമായി തല്ലുണ്ടാക്കിയല്ലോ, അവര് അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോൾ അതിനു മുമ്പായിട്ട് അവരിങ്ങനെ സച്ചിയെ തല്ലണം എന്ന് പറഞ്ഞൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ സമയത്ത് ഈ പറയുന്ന പെണ്ണിന്റെ അച്ഛൻ വന്നിട്ട് പറയുന്നുണ്ട്, ഇവരെന്താ ചെയ്തതെന്ന് അറിയോ, സച്ചി അങ്ങനെ വെറുതെ ഒന്നും അവരെ തല്ലാനുള്ള കാരണം അവനെ നമ്മുടെ മാളുവിനെ പറ്റി വളരെ അനാവശ്യമായിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു. ഒരു ദിവസം അവർ രാത്രിയൊക്കെ കഴിഞ്ഞതല്ലേ, ചിലപ്പോൾ ഗർഭിണിയായി കാണും, അതുകൊണ്ടായിരിക്കും ഇപ്പൊ കല്യാണം നടത്തി കൊടുക്കുന്നത്, അങ്ങനെയാണ് അവർ സംസാരിച്ചത്. എൻ്റെ മോളുടെ സ്വന്തം ആങ്ങളുടെ സ്ഥാനത്ത് നിന്നാണ് സച്ചി കാണുന്നത്, സച്ചി ശരിക്കും അറിയില്ല, അവൻ ന്യായമല്ലാത്ത കാര്യത്തിനൊന്നും ഇടപെടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബീരാന് ദേഷ്യം വരികയാണ് സ്വന്തം. അപ്പോൾ ബീരാൻ മാറ്റി നിർത്തിക്കൊണ്ട് നിങ്ങൾ അങ്ങനെ പറഞ്ഞു എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരു അടിയും കൂടി കൊടുത്തു, നിങ്ങൾക്ക് എത്ര അടിയാണ് സച്ചി തന്നതെന്ന് ചോദിക്കുമ്പോൾ 2 അടി എന്ന് പറയുമ്പോൾ എന്നാൽ ഒരെണ്ണം കൂടി ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഭക്ഷണം കഴിച്ച് വേഗം പോകാൻ നോക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ അവർ അവിടെ നിന്ന് നാണം കേട്ട് അവിടെ ചെന്നിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, പല്ലൊക്കെ വേദന എടുക്കുന്നുണ്ട്, കവിളിലെല്ലാം അടിച്ചത്. അപ്പം എരത്തിരിക്കുന്ന പറയുന്നുണ്ട്, അതെ ചിക്കൻ
ചിക്കനൊക്കെ വെട്ടുന്ന കൈയല്ലേ, അപ്പം അതുകൊണ്ട് തന്നെ നല്ല ഇതുണ്ടായിരിക്കും, നല്ല വേദന ഉണ്ടായിരിക്കും എന്നൊക്കെ പറയാണ്. അപ്പോൾ അവരെ കാണുമ്പോൾ നല്ലൊരു സൂത്രം നമ്മുടെ ശ്രുതിക്ക് തോന്നുകയാണ്. ശ്രുതി വേഗം തന്നെ രേവതിയുടെ അരികിലേക്ക് ചെല്ലുകയാണ്. അപ്പൊ രേവതിയോട് മാറ്റി നിർത്തിയിട്ട് പറയുന്നുണ്ട്, അതെ ആ സച്ചിയുമായി തല്ലുണ്ടാക്കിയവരുണ്ടല്ലോ, അവരവിടെ നിന്ന് ഭക്ഷണം കഴിക്കണം, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും, അവർ പറയുന്നത് ഞാൻ കേട്ടു, സച്ചിക്ക് 2 കൊടുക്കണമെന്ന്. അപ്പോൾ ആദ്യം നമ്മുടെ രേവതി ചിരിക്കുകയാണ്, ആര് സച്ചിയേട്ടനോ, എന്നാ പിന്നെ അവർ 2 കാലിൽ ഇവിടുന്ന് പോകില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതല്ല രേവതി, ഞാൻ പറയുന്നത് കേൾക്ക്, ഇവിടെ ഒരു കല്യാണം നടക്കില്ല, ഇവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നാണക്കേട് നിങ്ങൾക്ക് തന്നെയല്ലേ, നിങ്ങൾ കാരണമാണ് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് എല്ലാവരും പറയില്ല, അങ്ങനെ അത് വേണ്ടല്ലോ, അതുകൊണ്ട് നീ സച്ചിയും കൊണ്ട് ഇവിടുന്ന് പോവാൻ നോക്ക്, കുറച്ച് നേരത്തിനെങ്കിലും. അവരിവിടുന്ന് പോയില്ല പിന്നെ നിനക്ക് ചെറുക്കൻ്റെ വീട്ടിലോട്ടൊക്കെ വരാലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ രേവതി ഒന്ന് ആലോചിക്കും, അത് ശരിയാണല്ലോ എന്ന് മനസ്സിലിങ്ങനെ തോന്നുകയാണ്. അങ്ങനെ നേരെ നമ്മുടെ രേവതി സച്ചിയുടെ അരികിലേക്ക് ചെല്ലുകയാണ്. സച്ചിയേട്ടനോട് കാര്യം പറയട്ടെ ഞാൻ എന്ന് പറയുമ്പോൾ എന്താന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ നിനക്ക് എന്താണ്, അവർ എന്നെ തല്ലാനോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം തല്ലണ കാര്യമല്ല, പക്ഷെ ഇവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് മാളുവിൻ്റെ വീട്ടുകാർക്കൊക്കെ നാണക്കേടാവില്ല, ചെറുക്കൻ്റെ വീട്ടുകാർക്കൊക്കെ അതൊരു നാണക്കേടായി പോകില്ല, അതുകൊണ്ട് നമുക്ക് വീട്ടിലോട്ട് പോയിട്ട് വരാമെന്നിങ്ങനെ പറഞ്ഞ് നിർബന്ധിക്കുകയാണ്. അപ്പോൾ അത് നമ്മുടെ ശ്രുതി അവിടെ നിന്നും കാണുന്നുണ്ട്. അപ്പോൾ ആദ്യമൊന്നും സച്ചി സമ്മതിച്ചില്ലെങ്കിലും എന്നാ വാ പോകാമെന്നും പറഞ്ഞ് അവിടെ നിന്നും അവരെയും കൊണ്ട് സച്ചിയും രേവതി അവിടെ നിന്ന് പോവുകയാണ്. ശ്രുതിക്ക് വലിയ ആശ്വാസത്തോടു കൂടി അങ്ങനെ നിൽക്കുന്ന ഒരു ഭാഗം കാണിച്ചിട്ടാണ് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.